ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടോ? എല്ലാവരും കണ്ട് നന്നായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം? വീഡിയോ നന്നാവുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നോക്കി കണ്ടു കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്ത് പോരായ്മയുണ്ടെങ്കിൽ അതും പറയണം. അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല കാറ്റും ചെറിയൊരു തണുവും അങ്ങനെയൊക്കെ ആയിട്ടാണല്ലേ. എൻ്റെ കസിൻ്റെ വീടാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ അടിച്ചു വാരി കൂട്ടി കത്തിച്ച് വയ്ക്കുന്നുണ്ട് അപ്പുറത്തെ എൻ്റെ കസിൻ്റെ ഉമ്മ. ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള വീഡിയോ കേട്ടോ ഞാനിടുന്നത്. ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ റൈസും ചിക്കൻ കറിയൊക്കെയാണ്. കുക്ക് ചെയ്യുന്നത് ഞാനല്ല കേട്ടോ, ഹസ്ബൻഡാണ്. ഇക്കയാണ് കുക്ക് ചെയ്യുന്നത്. അതിന് രാവിലെ നല്ല കട്ടൻ ചായയും പഴം പുഴുങ്ങിയതും പുട്ടും എഗ്ഗൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ മതിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഇതാണത്. അതിനൊക്കെത് അവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സബോളയൊക്കെ ഇട്ട് വഴറ്റി. വെളിച്ചെണ്ണ കുറവായി തോന്നിയപ്പോൾ മൂപ്പര് വീണ്ടും എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇക്കൊക്കെ കുക്ക് ചെയ്യാൻ അത്യാവശ്യം സമയം വേണം കേട്ടോ. നമ്മളെപ്പോലെ പെട്ടെന്നൊന്നും കുക്ക് ചെയ്തെടുക്കില്ല. മൂപ്പര് ആ സബോള നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് നല്ല ഇങ്ങനെ അരച്ച പോലെയല്ലേ, മിക്സിയിലിട്ട് അരച്ച പോലെ സബോളയെ അങ്ങനെ ആക്കിയെടുക്കും. അപ്പോഴാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല വഴറ്റിയതിന് ശേഷമാണ് ആൾ മറ്റുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഇടുള്ളൂ. അപ്പോൾ അത് വഴന്ന് വരാൻ തന്നെ അത്യാവശ്യം സമയമെടുക്കും. ഒരു ഹാഫ് അവറൊക്കെ എടുക്കും അത് വഴന്ന് വരാൻ, ചെറിയ തീയിലിട്ടിട്ട്. മോൾക്ക് ബുൾസൈ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇക്കത് ആക്കി കൊടുത്താട്ടോ. കുക്കമ്പറൊക്കെ സൈഡാക്കി ഇട്ടിട്ട്. ഇവരത് ക്യാമറയിൽ കളിക്കുന്നതാണ്. അങ്ങനെ അതിനിടയിൽ അത് വരുന്ന നേരം കൊണ്ട് മോന് വന്നപ്പോൾ മോനൊന്ന് സ്നേഹിച്ചതാണ് കേട്ടോ ഇക്ക. അവർ ഭയങ്കര ബോണ്ടാണ് അവർ. മക്കളിൽ അവരോടാണ് കൂടുതൽ അടുപ്പം. എല്ലാവരും ഒരുപോലെ തന്നെയാണ്, എന്നാൽ അവനോടൊരു സ്പെഷ്യലാണ്. പിന്നെ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ അത്. നമ്മൾ സബോള നന്നായി വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത്, കണ്ടില്ലേ സബോള നന്നായിട്ട് ക്രീം പോലെ ആയത് കണ്ടില്ലേ. വഴറ്റിക്കൊടുത്ത് ഇനി അതിൽ മസാലകൾ ആഡ് ചെയ്യാം. മുളകും പൊടി 3 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. അതാണ് കേട്ടോ മസാല. ഇതിൽ മല്ലി ആഡ് ചെയ്യില്ല. ഞങ്ങളിവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ മല്ലി ആഡ് ചെയ്യാറില്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. മല്ലിപ്പൊടി ഇട്ടിട്ട് കറി വയ്ക്കാൻ ഇഷ്ടമല്ല, മുളകിട്ടാണ് വയ്ക്കുക. പിന്നെ സാധാരണ യൂസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ തക്കാളി യൂസ് ചെയ്യും. പിന്നെ ഇത് ഒഴിച്ചത് സോയയാണ് കേട്ടോ, സോയാ സോസ്. അത് എന്താ ആഡ് ചെയ്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. സാധാരണ ഞാൻ കണ്ടിട്ടില്ല, പിന്നെ മുന്നേയും കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ആഡ് ചെയ്തത് സോയയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചേർത്തിട്ടില്ല, ആൾ പറഞ്ഞു ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആഡ് ചെയ്താൽ. ഏതാ തക്കാളി ആഡ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരുപാട് വഴറ്റണമെന്ന് ഇല്ല കേട്ടോ, അത് ചിക്കൻ്റെ കൂടെ കുക്കായിക്കോളും എന്നാണ് ആൾ പറയാറ്. അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി. മൊത്തം മസാല ചിക്കനിൽ യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. കുറേ നേരം, ഒരു 10 മിനിറ്റോളം ആൾ നിന്ന് ഇളക്കിയിട്ടുണ്ടാവും കേട്ടോ. അത്രയും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് മൂടി വെക്കണത്. പിന്നെ ഇവർ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. ഇവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളാക്കി കൊടുത്ത് ഇവർ കുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും ഇവർക്ക്. എനിക്കെപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്നത് പോലെയല്ല, ഇവർക്ക് അത്യാവശ്യം ടൈം വേണം. അങ്ങനെ അതൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-2.5 ഗ്ലാസ് വെള്ളത്തോളം അതിലൊഴിച്ചിട്ടുണ്ടാവും കേട്ടോ. 2-2.5 ഗ്ലാസ് വെള്ളം അതിലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, 1 ഗ്ലാസ് കൊണ്ട് ഒഴിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ. അതും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ആൾ ആ വെള്ളവും ആ ചിക്കനും തക്കാളിയും മസാലയും ഒക്കെ അതിൽ യോജിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ
എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് പറയണം കേട്ടോ. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായെന്ന് പറയണം, നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയണം കേട്ടോ. ഇക്ക നന്നായി കുക്ക് ചെയ്യുന്ന ആളാട്ടോ. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, നമ്മളെ നാടൻ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ആൾ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് ഉണ്ടാക്കുക. ചിക്കൻ കറി, പിന്നെ മട്ടൻ കുറുമ ഒക്കെ വെച്ച് അടിപൊളിയാണ്. ഒക്കെ വെച്ച് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. മട്ടൻ കുറുമ, ബീഫ് റോസ്റ്റ്, അങ്ങനെ ബീഫിൻ്റെ കുറുമ എന്നിട്ട് ഉണ്ടാക്കും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട്. പിന്നെ മൂപ്പര് എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ വെജിറ്റബിൾ ആഡ് ചെയ്യും കേട്ടോ. നന്നായി വെജിറ്റബിൾ ആഡ് ചെയ്യും. തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, ബീൻസ് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുക. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ ക്യാരറ്റും ഉരുളൻകിഴങ്ങും ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം കുറവായ കാരണം വെള്ളം തിടക്കി ഒഴിക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് സെറ്റായി വരണ്ടേ. അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി മൂടി വെച്ചിട്ട് വേവിക്കുക കുറച്ച് നേരം. ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടാവും. അതിലിടയിൽ മോള് വന്ന് ലൂമീനെ എടുത്ത് കളിപ്പിക്കുന്ന കേട്ടോ, ക്യാമറ തിരിച്ചിട്ട്. അങ്ങനെ ഞാൻ തൈര് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ചെറിയ സബോള കുനുകുന അരിഞ്ഞതും പച്ചമുളകും തക്കാളിയും ഒക്കെ അരിഞ്ഞിട്ട് വെച്ചു. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ ഒഴിക്കാം ഉമ്മ തൈര് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഒഴിക്കണം. അവളൊരു പൂതി ഒഴിക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു നന്നായി ഇളക്കി യോജിപ്പിക്കുക, എന്നാലല്ലേ അത് എല്ലാത്തിലേക്കും ആവുള്ളൂ ഒക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ആളൊന്ന് മോള് തുറന്ന് നോക്കിയിട്ടോ. ആ ക്യാരറ്റ് കൊണ്ട് കാണിക്കുന്നതൊക്കെ അവളെ വികൃതിയാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ചിക്കൻ ഏകദേശം വെന്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിടയിൽ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും എന്താ പറയുക ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നന്നായി അടച്ച് വെച്ച് വേവിക്കാം. ഇക്ക ഇടയ്ക്കിടയ്ക്ക് വന്നത് തുറന്ന് നോക്കി ഇളക്കി നോക്കി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവർ കുക്ക് ചെയ്യാൻ നിന്ന് ഒരുപാട് ടൈം എടുക്കുന്നു. ഇനി ലാസ്റ്റാണ് ഏകദേശം അതിന് ശേഷമാണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ഗരം മസാല. അത് മോളുടെ പണി കേട്ടോ. മല്ലിച്ചപ്പ് എടുത്തിട്ട് ഇത് അവളോട്ടോ അരിയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണോ അരിയുക, ഉമ്മ എങ്ങനെയാണോ അരിയുക എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊന്നല്ല അരിയുക, ഒന്നും കൂടി ചെറുതാക്കി അരിയും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ആളിപ്പോൾ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വക ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ, എന്താ അവസ്ഥ എന്നൊന്നറിയാം. അപ്പോൾ അതിലിടയിൽ മോള് വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പറഞ്ഞിട്ട് വേറൊരു കയ്യിലെടുത്തിട്ട് കുറച്ച് ബൗളിലാക്കിയിട്ട് അതിൻ്റെ ഗ്രേവി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ നോക്കിയതാണ്. അങ്ങനെ എൻ്റെ ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചാൽ കേട്ടോ. നല്ല സാധനമാണ്. നല്ല അതിൻ്റെ ആ ടോപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. നന്നായി നല്ല പുറത്തേക്കൊന്നും നമുക്ക് പോവാത്ത രീതിയിൽ നല്ല രീതിക്ക് അതും അടഞ്ഞിരിക്കുന്നുണ്ട്. നല്ല ടൈറ്റ് കേട്ടോ. പിന്നെ ആ ബോട്ടിൽ അതേപോലെ ഗീയുടെ കുപ്പി അതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തോളാം. അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ റൈസ് വേവിക്കാനുള്ള ഇത് വെച്ചു. അതിൽ ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം, ചെറിയ ജീരകം, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കയ്യുള്ളി അങ്ങനെ അത് വെച്ച് ഒക്കെ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇന്ത്യ ഗേറ്റിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി റൈസാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണത്. ഞാൻ ഗീ റൈസ് അല്ല വെക്കുന്നത്, വെറും റൈസാണ് വെക്കുന്നത്. ഞാൻ നെയ്യൊന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് നമ്മളെ സ്പൈസസ് മാത്രം ഇട്ടിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് റൈസ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല റൈസ്, നല്ല സോഫ്റ്റ്. നമ്മളത് ഇടുന്നതിന് മുന്നേയിട്ട് ഒരു 1.5 മണിക്കൂറോളം നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. എന്നാലുള്ള റൈസിന് നല്ല സോഫ്റ്റ് വരുള്ളൂ. എന്നിട്ട് വെട്ടിത്തിളച്ച് നന്നായിട്ട് അതിൻ്റെ പശയൊക്കെ പോകുന്നവരെ വെട്ടിത്തിളച്ച് നന്നായി റൈസ് വേവിക്കണം. ഒരു 100% റൈസ് വേവിച്ചാലാണ് അതിന് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അങ്ങനെ മല്ലിയിലൊക്കെ അരിഞ്ഞ് മോളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ മേലെ ഇട്ടു. ഇക്ക വീണ്ടും വന്നു, അത് ഇളക്കി കൊടുത്തു. അങ്ങനെ പിന്നെ റൈസ് ഇങ്ങനെ നോക്കുമ്പോൾ വെന്തിട്ടില്ല. ഒരിത്തിരി നേരം ഒരു 15 മിനിറ്റിൻ്റെയും കൂടി വേവുണ്ട്. ഈ റൈസിന് അത്യാവശ്യം വേവും ഉണ്ട്, പിന്നെ ഉടഞ്ഞു പോകത്തില്ല. ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് അടിപൊളി കേട്ടോ.
ഫസ്റ്റ് ക്വാളിറ്റി റൈസ് തന്നെ വാങ്ങിക്കണം. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, നമുക്ക് ചോദിച്ചാൽ മതി ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ്. അങ്ങനെ അതൊക്കെ എടുത്ത് ഊറ്റി വെച്ചു, എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം നമുക്ക് ആ വലിയ ചെമ്പിലേക്ക് തന്നെ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു, അതെല്ലാം റെഡിയായി. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ എനിക്ക് വിളമ്പി. മോര് കറിയുണ്ട്, റൈസുണ്ട്, തൈരുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പപ്പടമുണ്ട്. അങ്ങനെ അതെല്ലാം വിളമ്പി വെച്ചു. എന്നിട്ട് ഇതാ കഴിക്കാൻ ഉള്ള റെഡിയായിരുന്നു. ഉമ്മാനെ വിളിച്ചു കഴിക്കാൻ എല്ലാവരും കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിരുന്നിട്ട് ഫോണിൽ പോയി കുത്തിപ്പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫോണൊക്കെ എടുത്ത് വെക്ക്, വന്നിരുന്ന് കഴിക്കുക നല്ലപോലെ. അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങി. ഒന്ന് എണീറ്റ് വന്നപ്പോൾ പുറത്തിറങ്ങി. ഇപ്പോൾ നല്ല ചെറിയൊരു വെയിലും കാറ്റൊക്കെ ഉണ്ട്. നല്ല ഈ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നല്ല ജാതിയും കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മേലേക്കൊക്കെ ഇങ്ങനെ വെളിച്ചടിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം തോന്നി ഒന്ന് വീഡിയോ എടുക്കാം. ഞാനും മോളും കൂടിയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങി. ലൂമീനെയും വെച്ചാൽ പുറത്തിറങ്ങിയത്. അതിനങ്ങനെ അവൾ ഫോട്ടോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. ലൂമിക്ക് 3 മാസമാണ് കേട്ടോ ആയത്. ലൂമിയുടെ കൂടെ തന്നെ ജനിച്ച ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആൾ ജനിച്ച പാടെ തന്നെ മരിച്ചുപോയി. അപ്പോൾ ഇത് മാത്രമായപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ എവിടെയും കൊടുക്കാൻ തോന്നിയില്ല. മറ്റൊന്ന് ഇതിന് മുന്നേ പ്രസവിച്ച കുട്ടികളൊക്കെ ഞങ്ങൾ ഓരോരുത്തർക്ക് കൊടുത്തു. എല്ലാവരും അങ്ങനെ ചോദിച്ചപ്പോൾ കൊടുത്തു. ഇതിൻ്റെ കുട്ടികൾ തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു. അപ്പോൾ ഇത് മാത്രമായപ്പോൾ ഞാൻ ആർക്കും കൊടുത്തില്ല. ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ മോൾ അതിനായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ മോൾ പറഞ്ഞു ആർക്കും കൊടുക്കല്ലേ, എനിക്ക് വേണം അതിനെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് കൊടുക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.